ഇതിലിപ്പോൾ പ്രധാനമായും ചെലവ് ചുരുക്കുക, ഒപ്പം തന്നെ വികസനം, രാജ്യത്തിന്റെ വികസനത്തെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണല്ലോ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ ഒരു വിഷയം പറയുമ്പോൾ അത് എടുത്തു പറയുന്ന ചില ഘടകങ്ങൾ അതൊക്കെയാണ്. അതിലേക്ക് വേണ്ടിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പോളിസി നടപ്പാക്കുന്നത് എന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് അതിനെ എതിർക്കുന്നത് പ്രതിപക്ഷം? വളരെ വിമർശന സ്വരം ഉയർത്തിക്കൊണ്ടവർ അതിനെ എതിർക്കുന്നതിനുള്ള കാരണം എന്താണ് ബൽറാം? അനുജ, ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ BJP പ്രധാനമായും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്നുള്ളത് രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ, തുടർച്ചയായി ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകൾ, അതിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ചെലവ്, അത് ഭീമമായ ഒരു സാമ്പത്തിക ചെലവാണ്. ഉദാഹരണമായി 1-2 മാസങ്ങളുടെ ഇടവേളകളിൽ തുടർച്ചയായി സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്നു. എല്ലാ ദിവസവും ഏതാണ്ട് രാജ്യത്ത് എവിടെയെങ്കിലും എല്ലാം തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന അതിന് സമാനമായ സാഹചര്യം നിലവിൽ രാജ്യത്തുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിനുള്ള ചെലവ് വർദ്ധിപ്പിക്കുന്നു. പല ഘട്ടങ്ങളിലായി നിയമസഭാ തിരഞ്ഞെടുപ്പ്, ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നിവ പല ഘട്ടങ്ങളിലായി നടക്കുമ്പോൾ ഈ നടപടിക്രമങ്ങൾ, പ്രക്രിയകൾ എല്ലാം തന്നെ ആവർത്തിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ജനങ്ങളും തുടർച്ചയായി വീണ്ടും വീണ്ടും പോളിംഗ് ബൂത്തിൽ എത്തേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഈ ചെലവ് ചുരുക്കാൻ കഴിയും. ഒപ്പം ഇത്തരത്തിൽ അനാവശ്യമായി ഉപയോഗിക്കുന്ന പണം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളവയാണ് സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാന ഇതിന്റെ ഗുണമായി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം എന്നുള്ളത്. എന്നാൽ പ്രതിപക്ഷം ഇത് അംഗീകരിക്കുന്നില്ല. നിലവിലെ സാഹചര്യത്തിലുള്ള മുന്നോട്ട് പോയാലും അത് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല എന്നും BJPയെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലുള്ള സർക്കാരിന്റെ പാർട്ടി BJPക്ക് അവരുടെ തെരഞ്ഞെടുപ്പ് ചെലവുകൾ ചുരുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആശയമാണ് ഇത് എന്നുമാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആരോപണം എന്നുള്ളത്. പ്രധാന താരപ്രചാരകർ, പ്രധാനമന്ത്രി അടക്കമുള്ള താരപ്രചാരകർക്ക് പ്രചരണം എളുപ്പത്തിലാക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ ആശയം കൊണ്ടുവന്നിരിക്കുന്നത് എന്നും BJPയുടെ സാമ്പത്തിക ചെലവ്, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ചെലവ് ചുരുക്കാൻ കൂടി ലക്ഷ്യം വെച്ചാണ് ഇത് എന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ, ഈ ആശയത്തെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആരോപണം എന്നുള്ളത്. ഇതിനാൽ തന്നെ ഇത് ശക്തിയുക്തം എതിർക്കുന്നു എന്നാണ് കോൺഗ്രസും CPIഎമ്മും തൃണമൂൽ കോൺഗ്രസും അടക്കമുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഈ പാർലമെന്റിൽ ഇത് ബില്ലായി വരുന്ന ഘട്ടത്തിലും ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അക്കാര്യം രേഖാമൂലം തന്നെ ഇതിനെ എതിർക്കുന്നു. എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഈ രാംനാഥ് കോവിന്ദ് സമിതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. പാർലമെന്റിൽ ഈ ബില്ല് എത്തുന്നത് ഏറെ നിർണായകമായിരിക്കും. തുടർന്നുണ്ടാകുന്ന ചർച്ചകൾ അത് ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളതും കൗതുകകരമാണ്. മറ്റൊരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് കൂടി ഈ ബില്ല് വഴിവെക്കും എന്ന ഉറപ്പാണ്. നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് സർക്കാരിന് ബില്ല് പാസ്സാക്കാൻ കഴിയുമെങ്കിലും പ്രതിപക്ഷം ഇന്ന് കനത്ത ശബ്ദമായി തന്നെ പാർലമെന്റിൽ ഉണ്ട് എന്നുള്ളത് ഇക്കാര്യത്തിൽ എതിർപ്പുകളും ഉണ്ടാകും അതേ തരത്തിൽ എന്നുള്ളത് ഉറപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടർന്ന് ഇതിന്റെ നടപടികൾ, നീക്കങ്ങൾ എല്ലാം നിർണായകമാകും. ഇതെല്ലാം മറികടന്ന് നടപ്പാക്കാൻ എന്ന ഘട്ടത്തിലെത്തുമ്പോഴും പ്രായോഗികമായ മറ്റ് പല തടസ്സങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്ന സാഹചര്യവും നിലവിലുണ്ട്. നിയമപരമായ നീക്കങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഉണ്ടാകും. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ശുപാർശയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു. രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിനാണ് അംഗീകാരം നൽകിയത്. ഇനി ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ശീതകാല സമ്മേളനത്തിൽ തന്നെ ബില്ല് അവതരിപ്പിക്കുമെന്നതാണ് സൂചന. എന്നാൽ പ്രതിപക്ഷം നേരത്തെ തന്നെ കടുത്ത വിയോജിപ്പ് ഈ വിഷയത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അവർ സമിതിക്ക് മുന്നിലും അവരുടെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. CPIM, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ, BSPയും ഒക്കെ ഇതിന് വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കാര്യത്തിലേക്ക് BJP നടന്നെടുക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ പ്രധാനമന്ത്രിയൊക്കെ ഇത്തരത്തിലേക്ക് പ്രസ്താവനകൾ നടത്തുകയും ചെയ്തതാണ്. ഇനി അത് പാർലമെന്റിൽ ഏത് തരത്തിലേക്കാകും, അതിൽ അവർ പ്രതിപക്ഷം അവരുടെ വിയോജിപ്പ് അറിയിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. ആ തരത്തിലേക്കൊക്കെയുള്ള ചർച്ചകൾ പാർലമെന്റിൽ നടക്കും.